ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാണ് ജോസ്ലറ്റ് കേട്ടോ. അപ്പം ജോസ്ലറ്റ് എവിടുന്ന വരുന്നത്? ജോസ്ലറ്റ് വയനാട്. ഇതിപ്പോൾ ഞങ്ങളൊരു 4-മത്തെ 5-മത്തെ ടേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആൾക്കാരെ പേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുക്കണോ ഇവിടെ നിന്ന് എടുക്കണോ എന്ന് കുറേ ആലോചിച്ചിട്ട് അവസാനം ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? തൃശ്ശൂരേക്ക്. അപ്പം തൃശ്ശൂരേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെടുന്നത് കോളേജിൽ നിന്നായിരുന്നു. അപ്പം ഇവള് ബാസ്കറ്റ് ബോൾ, ഞാൻ ബാസ്കറ്റ് ബോൾ, പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ബാസ്കറ്റ് ബോളായി. അപ്പം അതിൽ ഒരാളെ കല്യാണത്തിന്. അപ്പം ജസ്റ്റ് ബാസ്കറ്റ് ബോളിലുള്ള ഒരാളല്ല, നമ്മളെ ഫ്രണ്ടാണ്. ഓക്കെ, അപ്പം നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം കറക്റ്റ് വരുന്നത് തിരുമുടിക്കുന്നാണ് കേട്ടോ, കൊരട്ടി തിരുമുടിക്കുന്നില്ല. അപ്പം നമ്മളിപ്പം ഇപ്പം ഏകദേശം ഒരു 5:45 ഉണ്ടാവും. അപ്പം നമ്മൾക്ക് 6:10 ജനശതാബ്ദിക്കാണ് നമ്മൾ പോണേ. അപ്പം ഇപ്പം ഞങ്ങളിങ്ങനെ ഒന്നിച്ചിട്ട് നിൽക്കുകയുള്ളൂ. ഞങ്ങളിപ്പം ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്ക് ഞങ്ങൾ പിരിയും. കാരണം ഞാൻ ഇവളുടെ അടുത്ത് ഓൾറെഡി ചോദിച്ചായിരുന്നു എൻ്റെ കൂടെ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇവള് വലിയ ഓവറാക്കി ഷോ കളിച്ചപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ വേറെയും ഇവള് വേറെ ആയി. ഞാൻ പിന്നെ AC ഇവളെന്തോ ഞാൻ ഇപ്പം AC അപ്പം ഇപ്പോഴും ഞങ്ങളിവിടെ ഇൻട്രോവേർട്ടായിട്ട് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ട്രെയിൻ നമുക്ക് ബോഗ് ചെയ്താന്ന് കറക്റ്റ് അറിയില്ല, സ്ഥലം പോലും ഞങ്ങൾ നോക്കിയില്ല. അപ്പം ഇപ്പം ഞങ്ങൾ ഒന്നിച്ചിട്ടാണുള്ളത്. ഇപ്പം ഞങ്ങളൊരു 2 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ പിരിയും. പിന്നെ ഞങ്ങൾ കാണുന്നത് തൃശ്ശൂരിൽ നിന്നായിരിക്കും. അപ്പം എന്താ പറയുക, അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ തൃശ്ശൂർ എത്തിയിട്ട് കാണാം. അപ്പം അതിന് മുന്നിട്ട് ഇന്നലെ ജോസു എന്താ പറയുക ഇവിടെ കോഴിക്കോടേക്ക് വന്നപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എത്തുമ്പോഴേക്ക് നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ ജോസ് തലേ ദിവസം തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവളെ പോയിട്ട് പിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ പോയത് എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് വാങ്ങിക്കാനാണ് കേട്ടോ. എത്തിയപ്പോഴാണെങ്കിൽ ചെറുതായിട്ടൊരു പണി കിട്ടിയ പോലെ എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ ബ്രൈഡ്സ്മെയ്ഡിൻ്റെ ഡ്രസ്സ് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കല്യാണത്തിന് സൽവാറാണ് ഇടുന്നത്. അതിൻ്റെ ദുപ്പട്ടയാണെങ്കിൽ സ്കാലപ്പ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊടുത്ത ചേട്ടനാണെങ്കിൽ ചെയ്ത് തന്നില്ല. എനിക്ക് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഗോൾഡൻ കളറൊക്കെ വെച്ചിട്ട് ചെയ്യാനാ പറഞ്ഞു. പക്ഷെ ഇത് നോർമലായിട്ട് നമ്മൾ ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് കൂടുതൽ ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. നമുക്ക് അന്നെ കുറെ പ്ലാൻ ഉണ്ടായിരുന്നു, അത് മൊത്തത്തിൽ ഫുള്ള് കൊളായി പോയിട്ട്. അങ്ങനെ 7:45 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. 8:20 നമ്മൾ കറക്റ്റ് ജ്വല്ലറിയിലേക്ക് ഓടി കയറിട്ടോ. 8:30 കട അടയ്ക്കുകയും കൂടെ ചെയ്തിട്ട് 10 മിനിറ്റ് മുന്നേ കയറി ചെന്നിട്ട് ഞങ്ങൾ ചേട്ടാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ കുറച്ചധികം വെറുപ്പിക്കലാണ്. എന്നാലും ഇവിടുത്തെ കസ്റ്റമർ സർവീസ് നല്ലതാണ് കേട്ടോ. ഇവർ നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ നാട്ടിലില്ലാത്ത ഡൗട്ടാണ് കേട്ടോ. ഈ ഡൗട്ടൊക്കെ ചോദിച്ച് ഞങ്ങൾ ഈ ചേട്ടനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ 2 റിങ്ങൊക്കെ നോക്കി വെച്ചു. പക്ഷെ ട്വിസ്റ്റ് എവിടെയാന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്റ്റീൻ്റെ റിങ്ങിന്റെ അളവ് അറിയില്ല. ക്രിസ്റ്റീയുടെ കൈക്ക് അതിന്റെ അത്യാവശ്യം കുറച്ച് വണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്റെ അളവൊന്നും അല്ല. അങ്ങനെ നമ്മൾ ചേച്ചീനെയും ബ്രിട്ടോനും ആരൊക്കെയോ വിളിച്ചിട്ട് അവസാനം അളവൊക്കെ സെറ്റാക്കി വെച്ചു. പക്ഷെ ഇത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, ക്രിസ്റ്റീയുടെ കൈ മത്തങ്ങ കൈയാണ്. കാരണം ഇത്രയും വലിയൊരു അളവ് ഞാൻ ആദ്യമായിട്ട് കേൾക്കും. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോ റിങ് ആണോ അല്ലെങ്കിൽ വളേന്റെ അളവാണോ തന്നേന്നൊക്കെ കേട്ടോ. അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഈ ചേട്ടന് മനസ്സിലായി. അങ്ങനെ നമ്മളൊക്കെ കൂടെ ആലോചിച്ചൊരു സുമാറ് കണക്കിന് അളവ് എടുത്തിട്ട് ഒരു റിങ് അങ്ങോട്ട് സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഡൗട്ട് ഇനിയിപ്പോൾ ക്രിസ്റ്റിക്ക് ഇത് ഇഷ്ടമായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ അവിടെ അടുത്ത് കടയുണ്ട്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. റിംഗ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് ഗോകുലം മോളിലേക്കാണ്. ജോസിനൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു കേട്ടോ. ജോസു ആണെങ്കിൽ വലിയ പരിഷ്കാരിയായിട്ട് ട്രോളി കുന്തി പിടിച്ചിട്ടാണ് കേട്ടോ പോണത്. ജോസുവിന് ഇതിൽ കുറ്റം പറയാനും പറ്റില്ല, കാരണം ഐഡിയ മൊത്തം എന്റേതായി പോയല്ലോ. പിന്നെ നമ്മൾ 2 വീലറിലാണ് വന്നത്, അതുകൊണ്ട് തന്നെ ട്രോളി ഒന്നും അങ്ങനെ പാർക്കിങ്ങിലൊന്നും വെച്ച് പോകാനും പറ്റില്ല. നമ്മൾ പിന്നെ ഇതൊക്കെ നമുക്ക് സ്ഥിരം ആയതുകൊണ്ട് പെട്ടിയും പാട്ടൊക്കെ എടുത്ത് തൂക്കി പിടിച്ചിട്ടാണ് കേട്ടോ മോളിലേക്ക് കയറിയത്. ആദ്യരാത്രി തന്നെ ഡ്രസ്സ് നോക്കാനൊരു കാരണം നമ്മൾ ക്രിസ്റ്റിക്ക് സർപ്രൈസ് ആയിട്ടൊരു ബ്രൈഡ് ടു ബി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചത് എല്ലാവരും റെഡ് ഡ്രസ്സൊക്കെ ഇടാം, ക്രിസ്റ്റി വേറൊരു ഡ്രസ്സ് ഇടുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവസാനം മൊത്തം മാറി വേറെ രീതിയായി, അത് വേറെ കാര്യം. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ മോളിൽ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് റെഡ് ഡ്രസ്സ് നോക്കി. പക്ഷെ ഒരിടത്തും ഇല്ല കേട്ടോ. ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ എനിക്ക് തോന്നണം ഞാൻ ക്രിസ്മസിന്റെ ടൈമിലാണ് കൂടുതലും ഈ റെഡും വൈറ്റും കളർ കോമ്പിനേഷനിലൊക്കെ വരുന്ന ഡ്രസ്സ് കണ്ടിട്ടുള്ളത് മിക്ക ഷോപ്പിൽ. കുറേ നോക്കിയിട്ട് ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടോ. അത് ട്രയൽ ചെയ്ത് വന്നിട്ടാണ് ഇപ്പൊ ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മച്ചി തന്നെ പറയും ഇവൾ ഇൻട്രോവേർട്ട് ആണെന്ന്. പക്ഷെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് നാടകം കളിക്കുന്നത് ഏത് യൂണിവേഴ്സൽ ഇൻട്രോവേർട്ട് ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇനിയിപ്പോ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി, കാരണം ഇവൾക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇനിയിപ്പോ തൃശ്ശൂരിൽ നിന്ന് എങ്ങാനും നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഏഞ്ചലെ വിളിച്ചിട്ട് പറയുന്നത് അവൾ
അവൾക്ക് കമ്മൽ വേണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്, അവസാന നിമിഷം ഒരു സാധനം തപ്പി അങ്ങോട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെ ഒരു കമ്മൽ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ ഈ ഒരു ഫാൻസി തന്നെ നിന്നിട്ടോ. ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് ഏകദേശം 10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഫുഡ് കോർട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും പൂട്ടി തുടങ്ങി. പിന്നെ ആകെ കിട്ടിയത് ഈ ഒരു അൽഫാമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ അൽഫാം വായ വെക്കാൻ കൊള്ളൂല, പക്ഷെ നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ഗംഭീര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു 11:30 ആകുമ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത്. അപ്പോൾ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ തൃശ്ശൂർ എത്തിയിട്ട് പറയാന്ന്. അപ്പോൾ ഒരു 8:45 ആകുമ്പോഴേക്ക് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുന്നു. നന്നായിട്ട് ഉറങ്ങിയോ ജോസു? അയ്യോ കോമഡി എന്തെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടല്ലോ എൻ്റെ സീറ്റ് മറ്റേ എനിക്ക് വിൻഡോ സീറ്റ് അല്ല, എന്നിട്ട് ഞാൻ വലിയ ഹീറോ ആയിട്ട് എൻ്റെ സീറ്റിലാന്ന് വെച്ചിട്ട് വിൻഡോ സീറ്റിലൊക്കെ കയറിയിരുന്നു. എന്നിട്ട് വരുന്ന ആൾക്കാരോട് എന്താ എന്താ എന്നിട്ട് അവർ ഈ പെണ്ണിന് പൊട്ടാന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇരുന്നോന്ന് പറഞ്ഞു. അവസാനമൊക്കെ ഓസിൻ്റെ ഒരു വിൻഡോ സീറ്റ് കിട്ടി. എന്നിട്ട് ഞാനാണെങ്കിൽ 8:15 വരെ കണ്ണും പിടിച്ചിരുന്നിട്ട് പിന്നെ ഒരു ഉറക്കം അങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ അവസാനം ആരൊക്കെ എന്നെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ടോ. സ്റ്റേഷനിലെത്തിയപ്പം അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ തൃശ്ശൂർ എത്തി ഗൈസ്. അത് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേവറേറ്റാ. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളെ ഫേവറേറ്റ് സ്ഥലമാണ്. ഞാനും ജോസും ഏഞ്ചലും അശ്വിനും ഞങ്ങൾ 4 ആളും കൂടി എപ്പോഴും പോകുന്നതും വരുന്നതും ഫുൾ കുറേ പൊട്ടത്തരങ്ങളൊക്കെ കളിച്ചത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഗൈസ്. അപ്പം ഞങ്ങളുടെ ഫേവറേറ്റാണിത്. അതെ, ഞങ്ങളുടെ നോസ്റ്റു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നേരെ KSRTC സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് കേട്ടോ. അവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ ബസ് നോക്കിയിട്ട് കൊരട്ടിയിലേക്കുള്ള ബസ്സാണ് കേട്ടോ കയറുന്നത്. സോ ഗായ്സ്, എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, കൊള്ളാമോ? വളരെ കുറച്ച് ചൂടുള്ളൂ. ഇനിയിപ്പോൾ KSRTCയിലും കൂടി ആയതുകൊണ്ട് നമുക്ക് ചൂടെടുത്ത് മരിക്കും. അമ്മേ എന്തൊരു ചൂടാണത്. അപ്പൊ നീ നന്നായി കണക്കായി. അല്ല കഴിഞ്ഞ ഏഞ്ചലെ ഇല്ലടി ഇപ്പഴാ വന്നപ്പോ നിങ്ങള് കൃത്യം വിളിച്ചു. നീ ഇങ്ങോട്ട് പോകും. ഇപ്പഴാ വന്നേന്നോ? അല്ലടി ഇപ്പഴാ പണി വന്നേന്ന്. മീൻസ് 1 മണിക്കുള്ളിൽ റെഡി ആവണം. ഓക്കെ കാരണവരെ എന്താ ക്രിസ്റ്റി പറഞ്ഞു. ഞാൻ നീ ഒരുക്കിട്ട് വേണം എന്റെ മുടി സ്ട്രൈറ്റ് ചെയ്തത്. ഞാൻ അപ്പോഴേക്കും പണി ഇപ്പോഴും നിനക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാറില്ല? എനിക്ക് ചെയ്യാറ്, എനിക്ക് സമയമില്ല. ഞങ്ങൾക്കും സമയമില്ല. എനിക്ക് സപ്രപഞ്ചത്തിന് ഇങ്ങനെ ഇരിക്കണം. പണ്ട് തൊട്ടേ ഉള്ള ചെയ്യല. സൗകര്യമില്ലേ? നമുക്ക് റെഡി ആവാൻ ടൈമില്ല. അതെ, നമുക്കേ ടൈം എടുക്കും. പിന്നെ നിന്നെ എങ്ങനെ റെഡി ആക്കുകയും ചെയ്യലേ? ഞങ്ങൾ ആരാണ്? പണിക്കാരോ? യെസ്. ഹലോ ക്രിസ്റ്റി, ഇത് പാവാട ഡ്രസ്സല്ലേ? ഇന്ന് ഒളിച്ചിരിക്കണ ക്രിസ്റ്റി, ഇങ്ങോട്ട് വാ ക്രിസ്റ്റി. ഒളിച്ചിരിക്കണോ? ഞാൻ ഇടൂട്ടോ. അതെന്താ ഇപ്പൊ നാണം കേടാ? ഇതൊക്കെ ഡ്രസ്സല്ലേ? മേക്കപ്പ് ചെയ്യാണോ? ഭയങ്കര സന്തോഷം. ഒരു ഇതാണെന്ന് പറയൂ ക്രിസ്റ്റി. ബ്രൈഡ് ക്രിസ്റ്റീന അഗസ്റ്റിൻ. സ്വന്തമായി വിളിക്കുന്ന പേര് ടീന. ഇവളെ തന്നെ വിളിക്കുന്ന പേര് ടീന. ഹലോ. വീട്ടിൽ കയറിയത് നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല അപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ജോസ് ഒന്നിച്ചാണ് ഇരുന്നത്. ഏഞ്ചല നേരത്തെ വന്നുകൊണ്ട് തന്നെ അവള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നോക്കട്ടെ, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, അത് വ്ളോഗാണ്. എന്ത് സന്തോഷം എന്റെ തല കാണിച്ചിട്ട് കിട്ടുന്നേ. മറ്റേ ദിലീപില്ലേ കാണിക്കങ്ങോട്ട്. ഇത് തല അടിച്ചാ ഞാൻ വരും.
നല്ല മോളാ. ചില വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനും ജോസും വട്ടം നിന്ന് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ക്രിസ്റ്റി ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ ആൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. എനിക്ക് നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് മനസ്സമ്മതത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് എത്തേണ്ടത്. ക്രിസ്റ്റീനെ ഇങ്ങനെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിഞ്ഞൂടാ. കാരണം നമ്മൾ ക്രിസ്റ്റി ഇപ്പോഴും പറയുമായിരുന്നു ക്രിസ്റ്റീനെ കല്യാണം ഏറ്റവും ലാസ്റ്റേ ഉണ്ടാവുകയുള്ളൂ, നിങ്ങളെല്ലാവരും കെട്ടിപ്പോലെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയാണ് കേട്ടോ ഇപ്പോൾ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നമ്മളെ മുന്നിൽ ഇങ്ങനെ നിൽക്കണേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല ക്രിസ്റ്റി ഇപ്പോൾ കുറച്ച് ടൈമിനുള്ളിൽ എൻഗേജ്ഡ് ആവും, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നൊക്കെ ഉള്ളത്. അങ്ങനെ ക്രിസ്റ്റി പോയി കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഫുൾ സെറ്റായി നിൽക്കാനുണ്ട്. അപ്പോൾ നമുക്ക് 3 മണിയാകുമ്പോഴേക്ക് പള്ളിയിൽ എത്തണം. അതിന് മുന്നേ പ്രാർത്ഥനയ്ക്ക് എത്തിക്കാനുണ്ട് കേട്ടോ. 3 പേര് മാത്രമല്ല കേട്ടോ, ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഫാമിലി എല്ലാവരും കൂടെ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കും. പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ഫാമിലി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്റ്റിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫ്രണ്ട്സും കസിൻസൊക്കെ ബ്രൈഡ്സ് മെയ്ഡ് ആയിട്ട് നിൽക്കണമെന്ന്. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു കളർ കോഫി ബ്രൗൺ ആണ് കേട്ടോ. അവർ 2 പേരും ഓഫ് വൈറ്റും ഞങ്ങൾ കോഫി ബ്രൗണും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ പള്ളിയിലേക്ക് കയറാനായിട്ട്. എനിക്ക് ബ്രൈഡ്സ് മെയ്ഡ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണല്ലോ അതിങ്ങനെ പള്ളിയിലേക്ക് കയറി പോകുന്ന കാണാനായിട്ട്. കാരണം ബ്രൈഡും ഗ്രൂമും ഒരേ കളർ ഡ്രസ്സോ അങ്ങനെയൊക്കെ ആയിരിക്കും. അതിൻ്റെ ബാക്കൊക്കെ കൂടി ഒരു കൂട്ടം ആൾക്കാർ മാത്രം ഇങ്ങനെ ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്ലവറൊക്കെ പിടിച്ച് പോകുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ക്രിസ്റ്റി ഇപ്പോൾ ഇതാ അച്ഛൻ ചോദിക്കുമ്പോൾ സമ്മതമാണെന്ന് പറയൂട്ടോ. ഞങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര പെട്ടെന്നാലേ സമയം പോകുന്നത്. ഒരു 5 വർഷം മുന്നേ നമ്മളെല്ലാവരും ഒന്നിച്ച് പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്നു. അതിനുശേഷം ഇപ്പം നമ്മളെല്ലാവരും ഒന്നിച്ച് കാണുന്നത് പോലും ഓരോരുത്തരുടെ കല്യാണത്തിന് മാത്രമാണ് കേട്ടോ. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓർമ്മയുള്ളത് ഒറ്റൊരു കാര്യമാണ്. ഒരു ദിവസം രാത്രി ക്രിസ്റ്റി വിളിച്ചിട്ട് കല്യാണം ഇന്ന ഡേറ്റിനാണെന്ന് പറയുന്നത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എൻഗേജ്മെന്റ് ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ കല്യാണം ഉണ്ടാവും. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ക്രിസ്റ്റിയുടെ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ക്രിസ്റ്റി എങ്ങനെയുള്ളൊരു പാർട്ട്ണറിനെ ആണോ ആഗ്രഹിച്ചിട്ടുള്ളത് അങ്ങനെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് കേട്ടോ ക്രിസ്റ്റിക്ക് കിട്ടിയത്. അത്രയ്ക്ക് അടിപൊളി ഒരു മനുഷ്യനാണ് ഫ്ലാവിയോ. അപ്പം എല്ലാം അടിപൊളി ആവട്ടെ. അങ്ങനെ ഞാൻ ഭയങ്കര ഫോർമലായിട്ടൊന്നും പറയുന്നില്ല. അപ്പം എന്തായാലും പള്ളി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിൽ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഗൗൺ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തത്. പക്ഷെ ഗൗൺ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. എന്താ അറിയില്ല, ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ കാണാൻ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തന്നെ. പിന്നെ നമ്മളെല്ലാവരും നേരെ ഹാളിലേക്ക് എത്തിയിട്ടോ. ഇനിയിപ്പോൾ ഫംഗ്ഷൻ വരുന്ന ഇവിടുന്നാണ്. അപ്പോൾ ഇനിയിപ്പം ക്രിസ്റ്റീനെയും ഫ്ലാവിയോനെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബ്രൈഡ്സ് മെയ്ഡ്സ് എല്ലാവരും ഫ്രണ്ടിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഫ്ലവറൊക്കെ കൊടുത്തിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു ഗൗൺ ഇട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ എന്നെന്തോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ക്യാമറയിൽ കാണാൻ പോലും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നെ കൂടുതലായിട്ട് ഒന്നും എടുത്തില്ല കേട്ടോ. എല്ലാവരും നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞാനിത് ഇട്ടപ്പോഴേക്കും കുറച്ചും കൂടെ നല്ലപോലെ ഡള്ളായ പോലെ തോന്നി. പിന്നെ എൻ്റെ ഒരു ഓഞ്ഞ മേക്കപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് കോപ്രായങ്ങൾ മാത്രം കാണിച്ചിട്ടാണ് എന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. വെഡിങ് പ്ലാൻസ് ഡിസ്കസ് ചെയ്തത് ആരാണ്? ഈ സ്റ്റേജിൽ ആദ്യമായിട്ടാണ് ഓടി നടന്ന് ട്രാവൽ ചെയ്യുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇത്ര ഇഷ്ടമുള്ള ഫുഡി ആരാണ്? ബെറ്റർ. അടിപൊളിയാണല്ലോ. ഓക്കെ, സോ ഇവിടെ അടുത്തത് നിങ്ങളിപ്പോ ഇൻ കേസ് ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഹു ആക്ടഡ് ലൈക്ക് എ പ്രോ ഡ്രൈവർ, ഡ്രൈവിംഗ് സ്കിൽസ് കൂടുതലുള്ളത് ആർക്കാണ്? എന്തോ ഓക്കെ, അവർക്കൊരു ക്വസ്റ്റ്യൻ പ്ലീസ്. എന്ത്
വ്ളോഗിന് ശരിക്കും പറഞ്ഞൊരു പ്രോപ്പർ എൻഡിങ്ങേ ഉണ്ടാവില്ല. കാരണം വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി ഗൈസ്. അപ്പോൾ ക്രിസ്റ്റീൻ ഫ്ലവേഴ്സ് സ്റ്റേജിൽ കയറി കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ക്ലിപ്സാണ് എടുത്തത്. അതൊക്കെ ഞാൻ വോയിസ് ഒന്നും കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരുന്ന എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറ്റണ പോലെയൊക്കെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.